ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ എപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം സംസാരിക്കുന്നത്, നിങ്ങളെന്തിനാണ് മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വർത്തമാനം പറയുന്നത്. എന്നോട് മാത്രമല്ല, ചിലപ്പോൾ മിക്കവാറും പല റിയാക്ഷൻ ചാനൽസിനോടൊക്കെ നിങ്ങളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് മറ്റ് മനുഷ്യരുടെ ജീവിതങ്ങളാണ് പാഠവും. അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. അതിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ അറിയാതെ പിന്നെ എന്ത് കാര്യങ്ങൾ അറിയുന്നത്? പുസ്തകങ്ങളിലൂടെ ആണെങ്കിലും മറ്റുള്ള സിനിമകളിലൂടെ ആണെങ്കിലും മനുഷ്യരുടെ കഥകളാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് റിയലായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ കഥകൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരുപാട് ആരാധകരുണ്ടാകുന്നത്. സോഷ്യൽ മീഡിയക്കകത്തുള്ള അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലുകളുള്ള നമ്മുടെ ഫാമിലി വ്ളോഗ്സിനൊക്കെ ഒത്തിരി ആരാധക വൃന്ദം ഉണ്ടാകുന്നത്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ എണ്ണി ചുട്ടപ്പം പോലെ എന്ന് വെച്ചാൽ വളരെ പരിമിതമായ വളരെ ചുരുക്കം ചില ആൾക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായു തോരാതെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. അതിനകത്ത് പക്കാ ഫേക്കായിട്ടുള്ള ഞാനത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിട്ടതാണ്. കാരണം ഈ നമ്മുടെ യൂറോപ്പ് പോലുള്ള കൺട്രീസിലൊന്നും അവിടെ ഒന്നും ഇല്ലാത്ത ആപ്പ് അവിടെ പ്രൊമോട്ട് ചെയ്ത ഒരു വലിയൊരു ഇൻഫ്ലുവൻസർ. അവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആരാധകർ. ആ ആരാധകരൊക്കെ അവർ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആരാധിച്ച് നടക്കുന്നു. എന്നാൽ കോമൺ സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം വെറുതെ പൈസയ്ക്ക് വേണ്ടി ചെയ്ത പരിപാടിയാണ്, പിന്നീടൊരു ന്യായീകരണം. ഞാൻ അതിലേക്കൊന്നും വീണ്ടും പോകുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് വേണ്ട, പോട്ടെ. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചല്ല ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. പച്ചയായ ജീവിതത്തിലൂടെ കടന്നു വന്ന് ഒരുപാട് പേർക്ക് താങ്ങും തണലുമായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ അകത്തുള്ള എല്ലാ അനുഭവങ്ങളും തൻ്റെ സമൂഹത്തിനോട് പങ്കുവെച്ച് തനിക്ക് കിട്ടുന്നത് മിക്കതും മറ്റുള്ളവർക്കും കൊടുത്ത് അങ്ങനെ ഇതുപോലുള്ള ഉടായ്പകളൊന്നും പ്രൊമോട്ട് ചെയ്യാത്ത ഒരു യഥാർത്ഥ ഇൻഫ്ലുവൻസറിൻ്റെ ലൈഫ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ദീപ്തി സീതത്തോട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, സന്തോഷവും സങ്കടവും നിറഞ്ഞു തുളുമ്പുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ് ആ സന്തോഷം, എന്താണ് ആ സങ്കടം? നിങ്ങളെപ്പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് ആ സന്തോഷവും സങ്കടവും കേൾക്കാം. എന്താണെന്ന് നോക്കാം. ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ പലർക്കും തോന്നുന്നു, അയ്യേ ഇതൊരു കിളിയല്ലേ, അത് പോയതിനിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ തോന്നും. പിന്നെ ആ വന്നതിൻ്റെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, മനപ്രയാസം, എന്തൊക്കെയോ ടെൻഷൻ. ആ ഒരു ദിവസം അങ്ങനെ ടെൻഷൻ കയറി പിറ്റേന്ന് രാവിലെ തല പൊട്ടുന്ന വേദന. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതോടായപ്പോഴത്തേക്ക് നേരെ ആശുപത്രിയിലായിരുന്നു. പാലത്തിൻ്റെ അന്ന് ഉദ്ഘാടനത്തിന് വന്ന ഞാൻ പാലത്തെ പോകുന്നതെന്ന് പറഞ്ഞാൽ വയ്യാത്ത അവസ്ഥയിൽ കാറിൽ കിടത്തിക്കൊണ്ട് പോവുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. പക്ഷേ പാലം ഞാൻ കണ്ടില്ല. പിറ്റേന്നാണ് ഞാൻ പാലം ഒന്ന് ക്ലിയർ ആയിട്ട് കാണുന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാ സംഭവം കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ഈ മനുഷ്യന് മിത്രം എന്നുള്ളത് സംഭവം മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. മനുഷ്യൻ്റെ മിത്രം ചിലപ്പോൾ ഒരു ജീവിയുമാവാം. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ലൈഫിൻ്റെ അകത്ത് ഒരു പെറ്റിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അവരുടെ ലൈഫിൻ്റെ അകത്തുണ്ടായിരുന്നൊരു കിളി, ആ ഒരു കിളി അവരെ വിട്ട് പറന്നു പോവുകയോ മറ്റു കാര്യങ്ങൾ എന്തോ ചെയ്തു. അത് പോയതോടുകൂടി അവർക്കുണ്ടായ മാനസിക വ്യഥയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് കേട്ടാൽ നമുക്ക് ചിരി വരും. സാധാരണക്കാർക്ക് ചിലപ്പം പെറ്റ്സിനെ വളർത്തിയവർക്കാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതല്ലാത്തവർക്കൊക്കെയാണ് ഇതൊക്കെ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറയണോ ദീപ്തി, മോശമല്ലേ എന്ന്. പക്ഷേ ഇത് വളർത്തിയിട്ടുള്ള ഞാനൊക്കെ വളർത്തിയ ആളാണ്, വളർത്തുന്ന ആളാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ അരുമയായി വളർത്തുന്ന ഒരു ജീവി നമ്മളെ വിട്ട് എങ്ങനെ വേർപെട്ടാലും അതിൻ്റെ പെയിൻ വളരെ വല്ലാത്തൊരു പെയിനാണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യം. ചിലരൊക്കെ പറയും ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞങ്ങൾ ബൈക്കിൽ കയറി മലപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന്. ഹിമാലയയിൽ ബുള്ളറ്റിൽ നമ്മൾ മലപ്പുറത്തെത്തുന്നു. മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ ബത്തേരി വെച്ച് കേടാകുമ്പോൾ ആരൊക്കെ പറഞ്ഞത് എന്താ ഇങ്ങനത്തെ തടസ്സം, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഒരു പക്ഷേ നമ്മൾ എവിടെയൊക്കെയോ ചെയ്ത നന്മയുടേതാണ് അന്നേരം ആ വണ്ടി അത് അങ്ങനെ സംഭവിച്ചത്. കാരണം ഇല്ലെങ്കിൽ വരുന്ന വഴി എന്തായാലും മലപ്പുറത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കും. മലപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു എപ്പോഴും വിളിക്കുന്ന സംസാരിക്കുമോ, അല്ലെങ്കിൽ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കുമ്പോൾ എന്തായാലും ഈ ഒരു പൊന്നാണി പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈക്കിൻ്റെ പിന്നിൽ ഇത്ര വലിയൊരു വാർത്തയും കേട്ടിരുന്ന് വരുമ്പോൾ എവിടെയെങ്കിലും ഞാൻ എടുത്തടിച്ച് മയങ്ങി. അറിയാം, കുറച്ച് പേർക്കെല്ലാം അറിയാം, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ കേട്ടാൽ എനിക്ക് മയക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. അതായത് ചില മനുഷ്യരെങ്ങനെയാണ്, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത്, അത് ഭയങ്കരമായിട്ട് സിനിമയിൽ കാണിക്കാറുണ്ട്. അതായത് ചില ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്ക് ഏൽക്കുന്ന സമയങ്ങളിൽ ബോധരഹിതനാവുക എന്നുള്ള കാര്യം അത് തന്നെയാണ് അവർക്കും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് അവർ ചിലപ്പം മയങ്ങി വീണേക്കാം എന്നുള്ളൊരു കാര്യം നടക്കാതെ, അത് എന്തായാലും ഭാഗ്യം അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപസ്മാരത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അത് എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നിരിക്കാം.
അപ്പോൾ ബൈക്ക് എനിക്ക് മയക്കത്തിന്റെ പ്രശ്നമുണ്ട്, അപസ്മാരത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അത് എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നിരിക്കാം. അപസ്മാരത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രതയും അതിൻ്റെ തോതും അതിൻ്റെ വ്യാപ്തിയും എത്രയാണെന്നൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത രീതിയിൽ ആണ് അവരുടെ ആ സമയത്ത് അവരുടെ മനോനില അവരറിയില്ല. പക്ഷേ അവരുടെ ശരീരം അനുഭവിക്കുന്ന ഒരു പെയിൻ അത് സീരിയസ്ലി വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ബൈക്ക് പോയത് ഒരു കണക്കിന് അന്നേരം അത് വർക്കാവാൻ നന്നായി. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴി ഇപ്പോൾ കാറിലായതുകൊണ്ട് ഓക്കെ ആയിരുന്നു. ഈ എത്താറാകുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ഞാൻ അറിയുമോ, കാരണം വീട്ടിൽ പറയുന്നില്ലല്ലോ. നമ്മൾ മലപ്പുറത്ത് എത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളോട് സീതത്തോടിന് ബൈക്കിന് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീഡിയോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യത്തുള്ളായിരുന്നു എത്തിക്കഴിഞ്ഞിട്ട്. അപ്പോൾ ബൈക്കിനാന്ന് പോലും അറിയാണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്തനംതിട്ട അല്ല റാന്നി ഇവിടെ വരെയുള്ള ഒരു ദൂരം പോലും നമുക്ക് മനക്കരത്തോട് പിടിച്ചിരിക്കാൻ പറ്റിയെന്നുണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ ഒരു യാത്ര സ്വന്തം കുടുംബത്തിൻ്റെ അകത്തുള്ളൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം കുടുംബത്തിൻ്റെ അകത്തുള്ളൊരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തോ സംഭവിച്ചു, ആ സംഭവിച്ച സമയത്തുണ്ടാകുന്ന മനോവിഷമം തന്നെയാണ് ഇവിടെ അരുമയായി വളർത്തിയ ഒരു കിളി. നിങ്ങളങ്ങനെ ആരെങ്കിലും വളർത്തിയിട്ടുണ്ടോ? നിങ്ങളെ വളർത്തുന്നുണ്ടോ? നിങ്ങൾക്കത് അതിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത അവസ്ഥയുണ്ടോ? നമ്മൾ ഇപ്പം റീസെൻ്റായിട്ട് കാണുന്നതിനകത്ത് ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ പെറ്റ്സിനെ കുറിച്ച് പറഞ്ഞ് വാചാലനാവുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒരു ഡാഷ് കണ്ട് അത് പെറ്റ് ഡോഗിനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ മഹിമ നമ്പ്യാർ പുള്ളിക്കാരത്തിയുടെ കുറച്ച് ഡോഗ്സുമായിട്ട് അതില്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഹരീഷ് വാസുദേവൻ പാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ പൂച്ചകൾ, വീട് നിറയെ പൂച്ചകളാണ്. ആ പൂച്ചകളെ ഉള്ളിടത്തേക്ക് വരാൻ പറ്റുന്നവർ വന്നാൽ മതി എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ തിരനിറച്ച തോക്കെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന മറ്റേ നമ്മുടെ അമേരിക്കൻ ബുള്ളിയും അതുപോലെ തന്നെ റോട്ട് വീലറിൻ്റെയൊക്കെ പാപ്പക്കുച്ചാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി വരെ പാപ്പക്കൊടുക്കാൻ കൈകൊട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ ഒരു സ്നേഹം, അതിൻ്റെ ഒരു വ്യാപ്തി അത് വളർത്തുന്നവർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്നേഹം അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതില്ലാത്തവർക്ക് ചിരി വരും. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പെറ്റ്സിനെ വളർത്തുന്നുണ്ടോ? അവരില്ലാത്ത ഒരു നിമിഷം നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലാത്തൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. മുടങ്ങിയത് പിന്നെ എൻ്റെ കുട്ടുവാവ് പോയതോടുകൂടി എൻ്റെ മനസ്സ് കുറച്ച് കല്ലായി എന്ന് തന്നെ പറയാം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഭയന്നൊരു നിമിഷമാണ് അത്. എങ്ങനെ എൻ്റെ കുട്ടുവാവ് ഇല്ലാണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, അവനില്ലാണ്ടാവുന്നൊരു ദിവസം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീപ്തി പുള്ളിക്കാരത്തി പറയുന്നത് ഈ കുട്ടുവാവ അല്ലെങ്കിൽ തക്കുടൂസ് എന്തിങ്ങനെ ടിങ്കുടൂസ് എന്നൊക്കെ പറയുന്ന പലതും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ ചുറ്റുടു തുക്കുടു എന്നൊക്കെ വിളിക്കുന്നത് പോലത്തെ ആ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അസൂയ തോന്നും. ഇത്രയും സ്നേഹിക്കുന്നല്ലോ, സ്നേഹിക്കപ്പെടാൻ കഴിയുന്നല്ലോ ആ ജീവികൾക്ക് ഒരാളാൽ, അല്ലേ? അത്രമേൽ സ്നേഹം. ആ ഒരു സംഭവം വലിയൊരു കാര്യമാണ്. അത് അർഹിക്കുന്നു. അത് കിട്ടാനാണ് പ്രശ്നം. മനുഷ്യന് പല സമയങ്ങളിൽ ഇത് കിട്ടാത്ത ഇങ്ങനെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ പൊളഞ്ഞു കിടക്കുമ്പം ഏറ്റവും നല്ല സ്നേഹം ആഗ്രഹിക്കുന്ന സമയത്ത് ചുറ്റുമുള്ളവർ പോലും കൊടുക്കത്തില്ല. അങ്ങനെയാണ് ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ പെറ്റ്സിനെ ആശ്രയിക്കുകയും അവരുടെ സ്നേഹം അത് ഏറ്റുവാങ്ങുകയും അവരെന്തെങ്കിലും സംഭവിച്ചതിന് ഇവർ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പുള്ളിക്കാരിയുടെ എല്ലാ പെറ്റ്സിൻ്റെയൊക്കെ പേരാണോ അത് മനുഷ്യരുടെ പേരാണോ എന്ന് പോലും എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാറില്ല. അത്രയും സ്നേഹമാണ്. അവരങ്ങനെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ട് ഒരു പരിധി വെച്ചിട്ടില്ല. വിവാഹമോചിതരായ അല്ലെങ്കിൽ കല്യാണമേ കഴിക്കാണ്ട് ഒരു പ്രായം വരെ ആയ ആൾക്കാർ, ഇങ്ങനെയുള്ള എല്ലാവർക്കും ഒരു പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടി, ഒരു മോട്ടിവേഷൻ പോലെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചോ പറയുന്ന മോട്ടിവേഷൻ സ്റ്റോറി അല്ല, സ്വന്തം ജീവിതത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു മോട്ടിവേഷണൽ ഫീല് കിട്ടുന്ന പോലത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും അറിയണമെന്നോ അല്ലെ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്ത് നമ്മളതനുസരിച്ച് ഞാനതനുസരിച്ച് കുറച്ച് നേരം എനിക്കും കുറച്ച് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ മെജോറിറ്റി എന്നല്ല ഒരു ഭൂരിപക്ഷം കമൻസും അല്ല, ഒന്നോ രണ്ടോ ചില ആൾക്കാരുടെ കഥ നമുക്കറിയാം. ബാക്കി എല്ലാ കമൻറ്റ് ബോക്സുകളിലും എവിടെയാണോ ദീപ്തി സീതത്തോടെന്നുള്ളൊരു ആ വ്യക്തിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ 100 നാവാണ്. ഞങ്ങളുടെ ദീപ്തി ടീച്ചർ, ഞങ്ങളുടെ എന്നുള്ളൊരു വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം അവരുണ്ടാക്കി കൊടുത്തൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അവരുടെ ലൈഫും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഇൻസ്പിറേഷനാണ് പുള്ളിക്കാരത്തി. ഇൻസ്പയർ ചെയ്തുകൊണ്ട് എത്ര പേർക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള കാര്യം ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നമാണ്. അവർ ചെയ്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഞാൻ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുണ്ട്. കാട്ടിലിൻ്റെ അകത്തേക്കുള്ള ആൾക്കാരുടെയൊക്കെ പല കാര്യങ്ങളുടെ അകത്തും സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ പ്രശ്നങ്ങളുടെ അകത്ത് ഇടപെടുന്ന രീതി ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പം ആ ഒരു സ്നേഹം, ആ ഒരു കരുതലും അതിന് വേണ്ടിയിട്ട് നിലകൊള്ളാനുള്ളൊരു മനസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് കഴിഞ്ഞെന്ന് വരണമെന്നില്ല. അപ്പോൾ അവർക്ക് അതിന് കഴിയുന്നുണ്ട്. അത് ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട്
നമ്മുടെ ലൈഫിലേക്ക് അത് പകർത്താൻ എത്രമാത്രം ദുഷ്കരമാണെന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. അവർ പറഞ്ഞൊരു കാര്യം, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇടാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഒരു മോട്ടിവേഷൻ ഉൾക്കൊള്ളുക. ഇപ്പോൾ നമുക്ക് എത്ര പേർ കഴിയും സ്വന്തം ലൈഫിൻ്റെ അകത്തുള്ള സോറോഫുൾ മൊമെൻറ്റ്സ് വരുന്ന സമയത്ത് തകർന്നടിഞ്ഞ് വീഴും, ഞാനായാലും നിങ്ങളായാലും പലപ്പോഴും. പക്ഷേ അങ്ങനെ വീഴാത്ത ആൾക്കാർ നമുക്കിടയിലുണ്ട്. നിരന്തരമായിട്ട് ഇങ്ങനെ തടച്ചിൽ അടിച്ച് പൊട്ടിച്ച് വരുന്ന ഈ തിരകളെ ഇങ്ങനെ കണ്ട് 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 മടുത്ത കര, പിന്നെ എന്ത് 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 തിര വന്നാലെന്ത്, സുനാമി വന്നാലെന്ത്, എല്ലാം ഒരുപോലെ എന്നുള്ളൊരവസ്ഥ പോലെ അത് നിസ്സംഗമായിട്ട് മാറ്റിയെടുക്കുന്ന മനസ്സുകളും നമുക്കിടയിലുണ്ട്. അത്തരത്തിലൊരാളായിട്ടാണ് എനിക്ക് ഈ പുള്ളിക്കാരത്തെക്കുറിച്ച് തോന്നുന്നത്. ഒരുമാതിരി പുറമേ ഒരു ചെറിയൊരു ബാഷ്പം നീരുറവ മാത്രമാണെന്ന് തോന്നുവാണെങ്കിലും അകമേ അവരൊരു സമുദ്രമാണ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ. സത്യം പറഞ്ഞാൽ ഞാനൊരു മറ്റൊരു കല്യാണത്തിലേക്ക് എത്തുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വെറുതെ ചോദിക്കുന്നവരോടൊക്കെ ഡയലോഗ് അടിക്കാം, പിന്നെ തീർച്ചയായിട്ടും ഞാൻ കല്യാണം കഴിക്കും, ഉറപ്പല്ലേ, ഇത് ഈ ലൈഫ് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ഞാൻ വേറെ കെട്ടുമെന്ന് പറയുമ്പോൾ ഉള്ളിൽ ഞാൻ കെട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ ഞാനും കുഞ്ഞാവെ കണ്ടുമുട്ടുമ്പോൾ, ഞാൻ ഓൾറെഡി മാരീഡാണ്, കുഞ്ഞാവെ മറ്റൊരു യൂണിവേഴ്സിൽ, ഞാനും വേറൊരു യൂണിവേഴ്സിൽ. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു ലൈഫിൽ ഒരുമിച്ചെത്തുന്നൊരു ഒട്ടും പ്രതീക്ഷിച്ച് കണ്ടുമുട്ടിയ ആൾക്കാരല്ല ഞങ്ങൾ, ഒരിക്കൽ പോലും. അതുകൊണ്ട് പരസ്പരം ഒരുപാട് അറിഞ്ഞു. പക്ഷെ ഞാൻ അറിഞ്ഞതിലപ്പുറമായിരുന്നു കുഞ്ഞാവ. എന്നെപ്പറ്റി എന്താണ് കുഞ്ഞാവ അറിഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. അതായത് എനിക്ക് മനസ്സിലായി, നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത്, നമ്മുടെ ഭാഗത്തല്ല തെറ്റെങ്കിൽ, അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, സ്വന്തം പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുക, നമ്മളെ കൊണ്ട് മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റാത്ത പ്രശ്നമാണ് ആ കുടുംബജീവിതത്തിലെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഓരോ ചാൻസിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള കുഞ്ഞാവ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ വിവാഹത്തിന് ശേഷം മറ്റൊരു പുനർവിവാഹം എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് സമൂഹത്തിന് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനവരൊരുപാട് തടയിടും. അതായത് വിവാഹശേഷം, പ്രത്യേകിച്ച് പൊതുവിൽ സ്ത്രീകൾക്ക് വിവാഹശേഷം മറ്റൊരു വിവാഹം എന്ന് പറഞ്ഞ സംഭവത്തിനെക്കുറിച്ച് കേട്ടാൽ ഇങ്ങനെ മൂക്കിലിങ്ങനെ വിരൽ വയ്ക്കും. ആണുങ്ങൾ ആ ഒരു സംഭവത്തിന് പ്രശ്നമൊന്നും വരത്തില്ല, അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്നവരുണ്ട്, മെജോറിറ്റി അങ്ങനെ ഇല്ലാത്തവരുണ്ട് കേട്ടോ. അങ്ങനെ ഭാര്യ മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു ലൈഫ് താല്പര്യമില്ല എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത ആൾക്കാരുണ്ട്. എന്നാൽ ഒരു കൂട്ട് വേണമെന്ന് താല്പര്യമുള്ള നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്, അതിലൊരു തെറ്റുമില്ല. അതുപോലെ ഈ വിവാഹം എന്നുള്ള സംഭവം, അതിൽ എവിടെയെങ്കിലും ഒരു ദാമ്പത്യം രണ്ട് വഴിക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരാൾ അതിൽ നിന്ന് വേർപെട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു കൂട്ട് തേടണം, ഒരു ഇണ കൂടെ ഉണ്ടാവണം. എന്നും ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സാഹിത്യത്തിലൂടെ വലിയ വാക്കുകൾ പറയാമെന്നുള്ളതിനപ്പുറം ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞാൽ ആ ഒറ്റപ്പെടൽ നിങ്ങളെ കൊല്ലും. അതൊരു ഇരുട്ടാണ്. ഒറ്റയ്ക്കിരുന്ന ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ബട്ട് ഒറ്റയ്ക്കിരിപ്പ് എന്നുള്ള കാര്യം മാത്രം ലൈഫിനെ പൂർണ്ണമായിട്ടും നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കത്തില്ല. അതൊരിക്കലുമില്ല. അതാര് പറഞ്ഞാലും ഇതില്ല. നമ്മൾ മാത്രമാണ് കരയുന്നതെങ്കിൽ, നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് അത് അവിടെ വെച്ച് നിർത്തുക. ആ ഒരു ബന്ധം അവിടെ നിന്ന് നിർത്തുക, അതിൽ നിന്ന് ഇറങ്ങിപ്പോരുക. ഞാൻ പഠിച്ചിട്ടില്ല, അല്ലെ എനിക്കൊരു ജോലിയില്ല, എൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിന് ഒന്നും അല്ലെങ്കിൽ അതായത് എങ്ങനെ പറഞ്ഞു തരുന്നത്, എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കത്തില്ല. ജോലി ഇല്ല എന്നുള്ളതല്ല, ശരിക്കും നമ്മൾ ജോലി കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. ഒരിക്കലും ജോലി ഇല്ല എന്ന് പറഞ്ഞ് സ്വയം പഴിക്കരുത്. നമ്മൾ ജോലി കണ്ടെത്തിയില്ല, നിമിഷം നേരം മതി, ഒന്നും മെനക്കെട്ട് ഇറങ്ങിയാൽ മതി ജോലി കിട്ടാൻ. അപ്പോൾ ഒരിക്കലും ഭർത്താവിൻ്റെ അടിമയായി ജീവിക്കാതിരിക്കുക. അടിമ എന്നുള്ള സെൻസിൽ ഞാൻ പറയുന്നത് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള കഴിവില്ല എന്നുള്ളൊരു തോന്നൽ വീണ്ടും വീണ്ടും ഭർത്താവിൻ്റെ മുന്നിലോ അവരുടെ വീട്ടുകാരുടെ മുന്നിലോ കാണിച്ചു കൊടുക്കാതിരിക്കുക. ഭർത്താവിൻ്റെ മുമ്പിലെന്നല്ല, ആരുടെ മുമ്പിലും അടിമയാവാതിരിക്കുക. സീരിയസ്ലി, ഇതിപ്പം ആണായാലും ശരി പെണ്ണായാലും ശരി, നിങ്ങൾ ആരുടെ അടിമയല്ല. ആരുടെ അടിമത്വം സ്വീകരിക്കേണ്ട, ആ അടിമത്വം സ്വീകരിച്ച് നിങ്ങൾ ഈ കീഴാളനെ പോലെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തുല്യരാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ തുല്യത എന്നുള്ളൊരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളാണ്, സ്വഭാവത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടായ്കകളൊക്കെ ഉണ്ടാകും. ഇതെല്ലാ കാര്യങ്ങളുടെ അകത്തും ഒരു അടിയറവ് എന്നുള്ള ലെവലിൽ ആര് പെരുമാറിയത്, ആണ് പെരുമാറിയാലും പെണ്ണ് പെരുമാറിയാലും ആ ഒരു ദാമ്പത്യം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. വിട്ടുകൊടുക്കലും ചേർന്ന് നിൽക്കലും അതോടൊപ്പം തന്നെ തുറന്നു പറച്ചിലുകളും ഒന്നുമില്ലാത്ത ദാമ്പത്യം ശരിക്കും പറഞ്ഞാൽ ഈ വെറും പാറക്കല്ലുകൾ പോലെയാണ്. അതൊരിക്കലും പൊട്ടത്തില്ല, അതുകൊണ്ട് വേറൊരു ഗുണവും ഉണ്ടാകത്തില്ല. അത് വേണമെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിക്കുമ്പം എല്ലാ ചുറ്റുപാടും തകർത്തും നശിപ്പിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ അടിമയായിട്ട് നിൽക്കാനുള്ള അങ്ങനെ എന്താ അടിമത്വം? നിങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിന് മിക്കവാറും പറയാറുണ്ട്, സ്വന്തം കാലിൽ നിൽക്കുക. സ്വന്തം കാലിൽ മീൻസ് എന്താ? നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, മറ്റത് മറിച്ചത് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ആരുടെയെങ്കിലും പുറകെ പോയിട്ട് അങ്ങനെ ഒരു ജീവിതം എന്നുള്ളതല്ല. ഇറങ്ങിപ്പോവുക, ജീവിക്കുക, അതൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വരുമാനം ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ വേണ്ടി പൂർണ്ണമായ ശേഷി എത്തുന്ന സമയത്ത് മാത്രം ഒരു പാർട്ട്ണറെ, അതും ഒരു ലോങ് ടൈമിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ മാത്രം ഒരു പാർട്ട്ണറായിട്ട് സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഇത് ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ഇവിടെയും ഞാൻ പറയുന്നു. നമ്മളെ കൊണ്ട് പറ്റില്ല. ഞാൻ കൂടുതൽ ഒരുപാട് പേര് വിളിച്ച് അവരുടെ ഫാമിലി പ്രോബ്ലം നമ്മളോട് പറയാറുണ്ട്, എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ നിസ്സഹായമായിട്ട് നിൽക്കാറുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ വിളിച്ചിറക്കിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ സപ്പോർട്ട് ഇല്ലാണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞാലും തിരിച്ചു എന്ന ഭാര്യനെ തിരിച്ച് ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവിടുക എന്നുള്ളൊരു ഉറപ്പുള്ള, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പെണ്ണിന്റെ വീടിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനില്ല, അല്ലെ പെണ്ണിന് ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത, ഇറങ്ങിപ്പോകാൻ ഇടമില്ലാത്ത സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അതുപോലെ കുടുംബജീവിതത്തിലെ പ്രശ്നം മദ്യപാനമാണെങ്കിൽ 80% ഞാൻ പറയുന്നു അത് മാറില്ല. 80%. മദ്യപാനം ആരോഗ്യത്തിന് മാത്രമല്ല, സമൂഹത്തിനും ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഹാനികരമാണ്. മദ്യപാനിയെ മാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല മദ്യപാനം. മദ്യപാനിയെ അഫക്റ്റ് ചെയ്യും. മദ്യപാനിക്ക് അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെ അഫക്റ്റ് ചെയ്യും. മദ്യപാനിക്ക് കുടുംബം ഉണ്ടെങ്കിൽ അവരെ അഫക്റ്റ് ചെയ്യും. മദ്യപാനിയുടെ സർക്കിളിൻ്റെ അകത്ത് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും അത് അഫക്റ്റ് ചെയ്യും. മദ്യപാനം ഇന്നിപ്പം മറ്റ് പല ജൈവ വളങ്ങൾ പോലത്തെ പേരുകളിലാണെന്ന് മറ്റ് പല സാധനങ്ങളും എമ്മും സിയും ബുയും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും നിങ്ങൾ ഒരിക്കലും ലഹരിയുടെ പുറകെയും പോകാതിരിക്കുക. ലൈഫിൽ ഒരിക്കലും അത് ഗുണം ചെയ്യത്തില്ല. എന്തായിരുന്നാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ ദീപ്തി സീതത്തോട് അവരുടെ ലൈഫിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പടിയും കൂടെ കടന്ന് മുന്നോട്ട് പോകുന്ന സമയത്തും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതിനെയും അതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയെയും ഒക്കെ ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്ന എനിക്കിവരെ ഭയങ്കര ബഹുമാനമാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ആൾക്കാരോട് ആശയവിനിമയം നടത്തുകയും ഇത് കേൾക്കുന്ന കുറേ അധികം സ്ത്രീകൾക്കെങ്കിലും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുറേ അധികം നിസ്സഹായരായിട്ടുള്ള മനുഷ്യർക്കെങ്കിലും കുറച്ച് ഊർജ്ജം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ ദൗർബല്യം ഉണ്ടെങ്കിൽ, ഒരു വിഷമതകളുണ്ടെങ്കിൽ, ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നില്ല, പിന്നെ എനിക്കെന്താ മുന്നോട്ട് വന്നാലെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവും. സോ ഇവരൊക്കെയാണ് റിയൽ ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും കാണിച്ച് എന്ത് സാധനവും പൈസയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ നിന്ന് കരഞ്ഞു മെഴുകി കാടിറക്കി കളിക്കുന്ന ആൾക്കാരെ പോലെ അല്ല ഇവരൊക്കെ ലൈഫിൽ നയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. നയിച്ച് ജീവിക്കുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. അതർവൈസ് ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ എന്ന് തന്നെ കാണാനും നിങ്ങൾ പഠിക്കണം. അതൊരു വൈറസാണ്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.